ഹലോ, നമുക്കൊരു മോർണിംഗ് റൂട്ടീൻ ആയാലോ? രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ വേറൊരു രാജ്യത്ത് ചെന്നിട്ട് വീട്ടിൽ കിടക്കുന്ന പോലെ കിടക്കാനായിട്ട് സാധിക്കില്ല. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം ബെഡ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുമ്പോൾ തന്നെ ഒരു റിഫ്രഷിങ് മോഡാണ്. ആൻഡ് കിച്ചണിലേക്ക് ചെല്ലും, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ കുറച്ച് സമയം കളയും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ടാബും ഫോണും നോക്കിക്കഴിഞ്ഞ് അടുത്ത് ചെയ്യുന്ന പരിപാടിയാണ് ഫ്രിഡ്ജിലിരിക്കുന്ന ഫുഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് പുറത്ത് വെക്കുക. കാരണം അത് നമുക്ക് മൈക്രോവേവിൽ വെച്ച് ചൂടാക്കാനുള്ളതാണ്. അപ്പോൾ അതിനെ അവിടെ വെച്ചിട്ട് നേരെ ചെല്ലുന്നത് കുളിക്കാനായിട്ടാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിലും ഡ്രസ്സപ്പ് ചെയ്ത് ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു എന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഈ പ്രഹസനങ്ങളെല്ലാം. ഓസ്ട്രേലിയയിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലാണ് വിൻ്റർ സീസൺ. ആൻഡ് ആ സമയത്ത് തന്നെയാണ് ഞാനും വന്നുപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോയ്സ്ചറൈസർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ലിപ് ബാം ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ മിസ്സാക്കാറില്ല ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഫ്രഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് കിച്ചണിലേക്കാണ്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചപ്പാത്തിയും ചിക്കൻ കറിയും എടുത്ത് മൈക്രോവേവിൽ വെക്കണമല്ലോ. അപ്പോൾ അതായിരുന്നു അടുത്ത എൻ്റെ പരിപാടി. അങ്ങനെ അതെല്ലാം ഞാൻ എടുത്ത് മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞ് നേരെ ചെയ്യുന്നത് കോഫി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല ചൂട് കോഫി കുടിക്കുക, അതാണ് ഇനി അടുത്ത എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ കെറ്റിലിൽ വെള്ളം നിറയ്ക്കുക, ചൂടാക്കുക, എന്നിട്ട് നമ്മൾ കോഫി മഗ്ഗിലേക്ക് ഒഴിക്കുക ആൻഡ് കുറച്ച് കോഫി പൗഡർ ഇടുക, കുറച്ച് പഞ്ചസാര ഇടുക, കോഫി റെഡി. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സന്തോഷിക്കുന്നത്, ഞാൻ സന്തോഷിക്കുന്നത്. സോ അതും എടുത്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് കഴിക്കുക കേട്ടോ. കാരണം എനർജി വേണമല്ലോ, വെറുതെ ഇരിക്കാനാണെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇതിപ്പോൾ എൻ്റെ ചപ്പാത്തി ചിക്കൻ കറി കഴിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. എപ്പോഴും നമുക്കിവിടെ ചപ്പാത്തിയും ചിക്കൻ കറിയും കിട്ടണമെന്നില്ല. ചപ്പാത്തി അവൈലബിൾ ആണ്. ചിക്കൻ കറി എനിക്ക് എൻ്റെ ഒരു അടുത്തുള്ളൊരു ഫാമിലി, മലയാളി ഫാമിലി കൊണ്ടുവന്ന് തന്നതാണ്. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആഹാ, സൂര്യൻ വന്നിരിക്കുന്നു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ. ഞാൻ വന്നു കഴിഞ്ഞിട്ട് സൂര്യനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.